ലോക സിനിമ കണ്ടപ്പോൾ മുതൽ ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും യമണ്ടനൊരു സാധനം, ഒരു തീപ്പൊരി സാധനം മലയാള സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ബോളിവുഡിലുള്ള ഹിന്ദിക്കാരന്മാർ, നമ്മുടെ വടക്കന്മാർ ഇത് കണ്ടിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, അവർക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ട ലോകയൊന്നുമല്ല ഈ ഹിന്ദിക്കാരന്മാർ, വടക്കന്മാർ കണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരിതിന്ന് വേറെ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലോക എന്ന് പറയുന്ന സിനിമ പതിവ് പോലെ കേരളത്തിലെ സിനിമകളുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളെ തരം താഴ്ത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഹിന്ദു മതത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമയാണ്. ഹിന്ദു രാജാവായിട്ടുള്ള ഒരാൾ ആ സിനിമയിൽ അമ്പലം കത്തിക്കുന്ന സീനുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ വന്നിട്ട് ആളുകളെ രക്ഷിക്കുന്ന പോലത്തെ സീനുണ്ട്. ഇതൊക്കെ ഹിന്ദുക്കളെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിനിമയാണ്. മലയാളികൾക്ക് ഏത് വിഷയമാണെങ്കിലും ഹിന്ദുത്വയെ മോശമായിട്ട് ചിത്രീകരിക്കാതെ ഒരു സിനിമ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനമാണ്. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പോലെയുള്ള പ്രൊപ്പഗണ്ട ഫിലിംസ് പോലും കണ്ടിട്ട് യാതൊരു കുറ്റവും തോന്നാതെ അതിന് നാഷണൽ അവാർഡ് വരെ വാരിക്കോരി കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന വടക്കന്മാരാണ്. അപ്പോൾ പിന്നെ ലോക പോലെ ഒരു സിനിമയുടെ ക്വാളിറ്റി എന്താണ്, ആ സിനിമ എങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു, അതിൻ്റെ എഫേർട്ട് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നൊന്നും ചിന്തിക്കണേക്കാട്ടിലും അവർക്ക് സൗകര്യവും അവർക്ക് ആവശ്യവും ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഐറ്റം അതിലുണ്ടോ എന്ന് നോക്കി കേരള സാർ എന്നും പറഞ്ഞിട്ട് മലയാളികളെ മോശക്കാരായിട്ട് കാണിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാനായിരിക്കും അവന്മാർക്ക് സൗകര്യം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോൾ വടക്കന്മാരാണെങ്കിലും വടക്കന്മാരെക്കാട്ടിലും വടക്കന്മാരായിട്ടുള്ള കുറച്ച് മലയാളികളാണെങ്കിലും കേരളത്തിന് ഏതെങ്കിലും രീതിയിൽ കുറ്റം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം. അപ്പോൾ ലോക കണ്ടിട്ട് കൽക്കിയേക്കാൾ ബ്രഹ്മാണ്ഡമാണ്, ബ്രഹ്മാസ്ത്രയേക്കാൾ ബ്രഹ്മാണ്ഡമാണ് എന്നൊക്കെ പറയും എന്ന് വിചാരിച്ചാൽ നമ്മൾ മണ്ടന്മാരായി.